പെരുമ്പാവൂരിൽ മലമുകളിൽ നിന്ന് കൂറ്റൻപാറ ജനവാസ മേഖലയിലേക്ക് പതിച്ചു. മേദല അംബേദ്കർ കോളനിക്ക് സമീപത്ത് മണ്ണെടുപ്പ് നടക്കുന്ന മലമുകളിൽ നിന്നും 100 മീറ്റർ താഴെയുള്ള ജനവാസ മേഖലയിലേക്കാണ് കൂറ്റൻപാറ ഇടിഞ്ഞു വീണത്. അപകടത്തിൽ നിന്നും വയോധികനായ പനക്കൽ വർഗീസും കുടുംബവും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പെരുമ്പാവൂരിലെ മേദല അംബേദ്കർ കോളനിക്ക് സമീപത്തെ മണ്ണെടുപ്പ് നടക്കുന്ന മലമുകളിൽ നിന്നും 100 മീറ്റർ താഴേക്കുള്ള ജനവാസ മേഖലയിലേക്കാണ് കൂറ്റൻപാറ പതിച്ചത്. പനക്കൽ വർഗീസും കുടുംബവും അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സംഭവിച്ച് 2 മണിക്കാണ് കല്ല് വന്നു ചാടിയത്. അന്നെല്ലാം പറയുന്നു. അതിൻ്റെ കാരണം എന്നെ വന്നെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ ആ മുകളിലേക്ക് ചെന്നപ്പോഴാണ് കല്ല് അവിടെ കൊണ്ടുവന്ന് ചാടി നിൽക്കണത്. അന്നേരമാണ് കല്ല് കൊണ്ടുവന്നത്. നമ്മൾ രാജനെ വിളിച്ചു. രാജൻ വീട്ടിലാണെന്ന് പറഞ്ഞു. മകൻ വന്നപ്പോൾ ഇനി കല്ല് അവിടെ ഒന്നുമില്ല, കല്ലൊക്കെ തീർന്നു, ഇനി ചാടില്ല എന്ന് പറഞ്ഞു. ഇത് പൊട്ടിച്ച് ഞങ്ങളിവിടെ കയ്യാല വെച്ച് തന്നേക്കാൻ മാറി താമസിക്കാൻ പറഞ്ഞു. ഞങ്ങളെങ്ങടെ പറഞ്ഞ ഞങ്ങൾ മാറി താമസിക്കണ ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ കിടന്നുള്ളൂ. മരിച്ചാലും എന്ത് തരയാലും. കമ്പനികൾ സ്ഥാപിക്കാൻ കോടതിയുടെ അനുമതിയോടെ ഇവിടെ മണ്ണ് നീക്കം ചെയ്യൽ നടക്കുന്നുണ്ടെന്നും മലയിൽ മണ്ണെടുപ്പ് നടത്തുന്നതാണ് കൂറ്റൻപാറക്കല്ലുകൾ ഇളകി താഴേക്ക് പതിക്കാൻ കാരണമെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. ചാച്ചിക്ക് തള്ളി കൂട്ടിയപ്പോൾ 1-2 കല്ലുകളാണ് ഇളകി ഒരു കല്ല് പകുതിയോളം വന്നിരിക്കുന്നു, ഒരു കല്ല് താഴെ വീടിന്റെ മുറ്റത്ത് എത്തിയിരിക്കുന്നു. അത് വീടിന്റെ മുകളിലേക്ക് അങ്ങനെ ചാടിയിരുന്നെങ്കിൽ ഭയങ്കര ഭീമമായ അപകടം ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പല രീതിയിലുള്ള പരാതികളും പല ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരു ഗവനിക്കുകയോ ആ കാര്യത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ഒന്നും ചെയ്യാണ്ട് മൈനിങ് ജിയോളജി അനധികൃതമായിട്ടുള്ള പെർമിറ്റ് ഇതിന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കോടതി പഞ്ചായത്തും വില്ലേജും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് മറികടന്ന് മൈനിങ് ജിയോളജി കൊടുത്ത പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് എന്തോ ഒരു ഉത്തരവ് മേടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ കാട്ടിക്കൂട്ടിയത്. നിരവധി ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇനിയും അപകടകരമായ രീതിയിൽ പാറകൾ താഴേക്ക് പതിക്കാനുള്ള സാധ്യതയേറെയാണ്. പ്രദേശവാസികളെല്ലാം ഭീതിയോടെയാണ് വീടിനുള്ളിൽ കഴിയുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ സ്ഥലം സന്ദർശിച്ച് താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്നവരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയും കൂടാതെ മണ്ണെടുപ്പ് നടത്തുന്ന സ്ഥലത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. ഈ വിഷയത്തിൽ അധികാരികൾ എത്രയും വേഗം ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ പാറ പൊട്ടി നിർത്തേണ്ടി വരും, നിർത്താതെ പറ്റില്ല. ഞങ്ങളുടെ ഇവിടെ അടുത്ത് താമസിക്കുന്നതാണ്, ഞങ്ങൾക്ക് അപകട ഭീഷണിയാണല്ലോ. അപ്പോൾ അത് നിർത്തേണ്ട ആക്കി തന്നെ. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം, ഇനി കൂത്തുവാടകുളത്ത്.